അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ അമരത്തേക്ക് 2 വനിതകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വാശിയേറിയ മത്സരത്തിനൊടുവിൽ ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മറ്റു ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അന്തിമ ചിത്രം അല്പസമയത്തിനോടകം തന്നെ പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു സ്വഭാവം ഏത് വിധത്തിലായിരിക്കും എന്നുള്ളതാണ് ഇനി ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. അനശ്വരം എന്ന മമ്മൂട്ടി സിനിമയിലൂടെയാണ് ശ്വേതാ മേനോൻ ചലച്ചിത്ര മേഖലയിലേക്ക് എത്തിയത്. 30 വർഷത്തിലേറെയായി മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള ഒരു നടിയാണ് ശ്വേതാ മേനോൻ. 2011 മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ശ്വേതാ മേനോൻ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റായി ലക്ഷ്മി പ്രിയയെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ പദവികൾക്ക് പുറമെ മറ്റൊരു വനിത കൂടി പ്രധാനപ്പെട്ട പദവിയിലേക്ക് വരികയാണ്. അത് വൈസ് പ്രസിഡന്റ് പദവിയിലേക്കാണ്. ലക്ഷ്മി പ്രിയ കൂടി വൈസ് പ്രസിഡന്റായി വരുന്നതോടെ അമ്മയുടെ പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികൾ എന്ന് പറയുന്നത് വനിതകളാകുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് 2027 വരെ കാലാവധി ഉണ്ടായിരുന്ന മോഹൻലാലിന്റെ 3ാമത്തെ ഭരണസമിതി രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ലൈംഗികാരോപണം വെളിപ്പെടുത്തൽ ഉയർന്നതിന് പിന്നാലെ, കേസ് വന്നതിന് പിന്നാലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖും രാജിവെക്കുന്നു. ആ കമ്മിറ്റി ഒന്നാകെ പുറത്തേക്ക് പോകുന്ന ഘട്ടമുണ്ടായി. 2027 വരെ കാലാവധി ഉണ്ടായിരുന്ന അമ്മയുടെ ആ കമ്മിറ്റിക്ക് ഇന്നസെന്റിന് ശേഷം അടുത്ത 3 തവണയായി അടുപ്പിച്ച് മോഹൻലാലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരുന്ന അമ്മ പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ടിട്ടുള്ള വലിയ അലയൊലികളിൽ തട്ടി ആ കമ്മിറ്റി പൂർണ്ണമായി പുറത്തേക്ക് വരുന്നതും അമ്മയിൽ സജീവമായ അല്ലെങ്കിൽ സമഗ്രമായ ഒരു ശുദ്ധികലശം വേണ്ടിവരും എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് വന്നത്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പോലും ഒട്ടും ശുഭകരമല്ലാത്ത, ഒട്ടും ആരോഗ്യകരമല്ലാത്ത ഒരുപാട് പ്രവണതകളും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശ്വേതാ മേനോനെതിരായിട്ടുള്ള അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നുള്ള ആ പരാതിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കേസെടുക്കുന്നത്, പരാതിക്കാരൻ അവിടെ ഉയർത്തിയിരുന്ന വളരെ ദുർബലമായിട്ടുള്ള, അവ്യക്തമായിട്ടുള്ള വാദങ്ങൾ, അശ്ലീല വാദമുഖങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ വളരെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ലക്ഷ്മി പ്രിയയും അമ്മയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ പദവികളിലേക്ക് എത്തിയിരിക്കുന്നത്. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സൈഫുനിസ, കൂടുതൽ ഭാരവാഹികളുടെ റിസൾട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ടോ? കൂടുതൽ ഫലങ്ങൾ ഇനി എക്സിക്യൂട്ടീവിലേക്കുള്ള ഫലമാണ് അറിയാനുള്ളത്. ബാക്കി എല്ലാ ഫലവും ഏകദേശം ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയും, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ, ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ. ഇങ്ങനെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലെല്ലാം തന്നെ കൃത്യമായ വിവരം ലഭ്യമായിരിക്കുന്നു, കൃത്യമായ ഫലം പുറത്തു വന്നിരിക്കുന്നു. ഇനിയുള്ളത് 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വിവരമാണ്. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിൽ 4 സ്ത്രീ സംവരണമുണ്ട്. അതുകൊണ്ട് തന്നെ 4 പേർ അതിലും സ്ത്രീകളായിരിക്കും. അപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 8 സ്ത്രീകൾ അമ്മയുടെ മൊത്തം ഭാരവാഹികൾ, അതായത് 20 ഭാരവാഹികളുള്ളതിൽ 8 സ്ത്രീകൾ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ നേട്ടമാണ്. കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും നയിക്കുന്ന ഒരു കമ്മിറ്റിയാകും ഇനി അമ്മയെ നിയന്ത്രിക്കുക എന്നുള്ളത്. കാരണം അമ്മ ഏറെ കാലമായി, നടിയെ ആക്രമിച്ച കേസ് മുതൽ ഏറെ കാലമായി അമ്മയ്ക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയൊരു ആരോപണമായിരുന്നു കൃത്യസമയത്ത് മൗനം പാലിക്കുന്നതും, കൃത്യസമയത്ത് കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്നതും, സ്ത്രീകൾക്ക് എതിരായ വിഷയങ്ങളിൽ, സ്ത്രീകൾക്കൊപ്പം നിൽക്കേണ്ട വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നതും, അതല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വ നിലപാടെടുക്കുന്നതും ഒക്കെ തന്നെ അമ്മയിൽ ഏറെ കാലമായി വിമർശന വിധേയമായ വിഷയമാണ്. ആ ഒരു ഘട്ടത്തിലാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വളരെ ആസൂത്രിതമായ ഒരു നോമിനേഷൻ നൽകുന്നത്. അതിനുശേഷം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും നേരത്തെ പത്രിക സമർപ്പിച്ച പലരും പിന്മാറുന്നത് നമ്മൾ കണ്ടു. ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ബാബുരാജ് പിന്മാറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് വലിയ രീതിയിൽ ഉണ്ടാകും, ജഗദീഷിന് വലിയ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സ്ത്രീക്കെതിരെ മത്സരിക്കാനില്ല, വനിതയ്ക്കെതിരെ മത്സരിക്കുന്ന തെറ്റായ സന്ദേശം നൽകുമെന്ന ഒരു മാതൃക കാണിച്ച് ജഗദീഷും ആ മത്സരത്തിൽ നിന്ന് പിന്മാറി. അപ്പോൾ തന്നെ അവരുടെ റൂട്ട് കറക്റ്റ് ആയിരുന്നു. പക്ഷേ അപ്പോഴാണ് പല ഭാഗങ്ങളിൽ നിന്ന് ഈ സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ തന്നെ വന്ന് ആക്രമണം നടത്തിയത്. നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ അനാരോഗ്യ
ഭീതികരമായ ഒരു പ്രചാരണം ഉണ്ടായി. മെമ്മറി കാർഡ് എന്ന് പറയുന്ന ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിനു മുമ്പ് കഴിഞ്ഞ തവണയൊന്നും ഈ സ്ത്രീകൾ ഇലക്ഷനിൽ നിന്നപ്പോൾ ഉണ്ടാകാത്ത കീ പോസ്റ്റിലേക്ക് സ്ത്രീകൾ വരുമ്പോൾ അപ്പോൾ ഒരു മെമ്മറി കാർഡ് വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. സ്ത്രീകൾ തന്നെ അതിൽ പറയുന്നു. പൊന്നമ്മ ബാബു, സീനിയറായ ഒരു നടി ഉഷാ ഹസീന, പ്രിയങ്ക അനൂപ് തുടങ്ങിയ വളരെ സീനിയറായ നടിമാർ ഇങ്ങനെ സ്ത്രീകൾ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ട് സ്ത്രീകൾക്കെതിരെയും വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നു. കുക്കു പരമേശ്വരൻ മെമ്മറി കാർഡ് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ആളാണ്. സ്ത്രീകളുടെ ഭാവിയിൽ ഭയക്കേണ്ടതുണ്ട്. അത്തരമൊരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താകുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെയായിരുന്നു വലിയ കൊടുങ്കാറ്റ് പോലെ ശ്വേതാ മേനോനെതിരെ ഒരു പോക്സോ കേസ് വരികയും ചെയ്യുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തത്. അറസ്റ്റ് നടപടികളിലേക്ക് പോലും കടക്കുമെന്ന രീതിയിലേക്കുള്ള സൂചനകൾ വന്നത്. പക്ഷേ അതിനൊക്കെ ശ്വേത മൗനത്തോടെയാണ് ഇന്ന് നമ്മൾ ശ്വേതയോട് സംസാരിച്ചപ്പോൾ പോലും ശ്വേത പറഞ്ഞത് ഞാൻ 5 ദിവസം ആരോടും സംസാരിക്കാതിരിക്കുകയായിരുന്നു എന്നാണ് ശ്വേത പറഞ്ഞത്. കാരണം അത്രയേ ഇതിൽ വേണ്ടൂ എന്ന് ശ്വേതാ മേനോന് തോന്നിയിട്ടാകണം കളിമണ്ണ് പോലുള്ള ബ്ലസ്സിയുടെ സിനിമയുടെ പേരിലൊക്കെ ഒരു കേസ് എടുത്തു എന്നുള്ളതുകൊണ്ട് തന്നെ അത് പ്രതികരണം അർഹിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാകാം വളരെ പക്വമായ നിലപാട് ശ്വേതാ മേനോൻ ആ സമയത്ത് എടുക്കുകയും ഒരു രീതിയിലും അതിൽ പ്രതികരിക്കാതെ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയൊക്കെ ചെയ്തത്. അത്ര പക്വമായ ഒരു നിലപാടുമായി ശ്വേതാ മേനോൻ അമ്മയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത് വിനിൽ. കാരണം അമ്മയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീകൾ വലുതും ചെറുതുമായ ചെറിയ റോളുകൾ ചെയ്യുന്ന സീനിയർ ജൂനിയറായ ആർട്ടിസ്റ്റുകൾ ഒരുപാടുള്ള ഒരു സംഘടനയാണ് അമ്മ. ആ സ്ത്രീകൾക്ക് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും വർഷമായി, നേരത്തെ പറഞ്ഞതുപോലെ 30 വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നടി അമ്മയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ ആ സ്ത്രീകൾക്ക് അവർക്ക് സഹായകമാകുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ നടപടി അമ്മയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കുക്കു പരമേശ്വരന്റെ കാര്യമാണെങ്കിലും നടിയെ ആക്രമിച്ച കേസിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കുക്കു പിന്നിൽ നിന്ന് കൂവി എന്നുള്ളത് നമ്മളടക്കം എല്ലാവരും റിപ്പോർട്ട് ചെയ്താണ്. വളരെ മോശമായ കുക്കു പരമേശ്വരന്റെ ഭാഗമായ നടപടി. പക്ഷെ പിന്നീട് അവർ തിരുത്തലിന് തയ്യാറായി സ്ത്രീകൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുക്കു പരമേശ്വരൻ ഒരു നല്ല മാതൃക കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. എന്തായാലും അതിനൊപ്പം തന്നെ നിൽക്കും എന്ന് നമുക്ക് കരുതാം. കാരണം വലിയ മെമ്മറി കാർഡ് വിവാദങ്ങളൊക്കെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലാം തന്നെ വന്നപ്പോൾ പോലും കുക്കു പരമേശ്വരൻ പക്വമായ ഒരു നിലപാട് സ്വീകരിച്ചു. എന്തായാലും നിലവിൽ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ലക്ഷ്മിപ്രിയയും താരസംഘടനയായ അമ്മയെ ശ്വേതാ മേനോൻ നയിക്കും. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.